കോളിളക്കം സൃഷ്ടിച്ച ബാലരാമപുരത്തെ 2 വയസ്സുകാരന്റെ കൊലപാതക കേസിൽ പുതിയ വഴിത്തിരിവുണ്ടാകുമ്പോൾ പോലീസും അമ്പരപ്പിൽ. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ ബാലരാമപുരം പോലീസ് ബലാത്സംഗത്തിനും പണം അപഹരിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും തുടർ നടപടികൾ കരുതലോടെ മാത്രമേ ഉണ്ടാകൂ. തിരുവനന്തപുരം റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് കുമാറിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം 171/2025 നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ്. ഇതിൽ പലതും ജാമ്യമില്ലാ കുറ്റങ്ങളാണ്. കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഗിരീഷ് കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 45 ദിവസത്തെ ലീവ് എടുത്ത് മുങ്ങിയിരിക്കുകയാണ് ഇയാൾ. അന്വേഷണ സംഘത്തിനു നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ ബാലരാമപുരം പോലീസ് കേസെടുത്തിരുന്നു. പരശുവയ്ക്കൽ സ്വദേശിയാണ് ഗിരീഷ്. പോലീസുകാരനെതിരെ കേസെടുത്തെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തിയാലേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂവെന്ന് ബാലരാമപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് പറഞ്ഞു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലാണ് ഗിരീഷ് കുമാർ ജോലി ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റിയിരുന്ന ഇയാളായിരുന്നു ഇവിടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. ബന്ദവസ ഡ്യൂട്ടി, VIP വിസിറ്റ് എന്നിവയുടെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് ഗിരീഷ് കുമാർ ആയിരുന്നു. മുൻ ജില്ലാ പോലീസ് മേധാവി കൊല്ലത്തേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ അവിടേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോകാനും ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കുട്ടിയുടെ കൊലപാതക കേസിന്റെ അന്വേഷണ ഭാഗമായി അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് ബലാത്സംഗം പുറത്തായത്. ഗിരീഷ് കുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 39 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു അമ്മയുടെ മൊഴി. ഗിരീഷ് കുമാറിന്റെ ഉന്നതങ്ങളിലെ സ്വാധീനം അറിയാമായിരുന്ന ബാലരാമപുരം പോലീസ് കേസെടുക്കാൻ ആദ്യം മടിച്ചു. ഇപ്പോഴത്തെ ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ ഇടപെടലോടെയാണ് കേസെടുത്തത്. എന്നാൽ പ്രതിയെ പിടികൂടാൻ കാര്യമായ ശ്രമങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കൊലക്കേസിൽ പ്രതിയായില്ലെങ്കിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് കുട്ടിയുടെ അമ്മ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് ഷിജു എന്ന ആളിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. ഷിജുവിന് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി നൽകിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരി 30-നാണ് കുട്ടിയെ വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കാണുന്നത്. അച്ഛനും അമ്മയോടുമൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ പിന്നീട് അറസ്റ്റിലായി. അമ്മയോടുള്ള വ്യക്തിവിരോധം തീർക്കാനായി കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുകയായിരുന്നുവെന്നാണ് ഇയാൾ പിന്നീട് വെളിപ്പെടുത്തിയത്.